ഈസ്റ്റേൺ മാജിക് അവനിലേക്ക് സ്വാഗതം. സാധാരണ പറയാറുണ്ട് മലയാളികൾക്ക് എവിടെ ചെന്നാലും നാടൻ വിഭവങ്ങൾ തന്നെ ഏറ്റവും ഇഷ്ടം. എന്നാലും അതിനോടൊപ്പം തന്നെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ചൈനീസ് വിഭവങ്ങൾ. അപ്പോൾ ചൈനീസ് ഫുഡ് സാധാരണയായിട്ട് നമ്മൾ പുറത്തു പോയി റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് കൂടുതലായിട്ടും ഓർഡർ ചെയ്ത് കഴിക്കുന്നത്. അതേസമയം ഇപ്പോൾ ട്രെൻഡൊക്കെ മാറിയിട്ടുണ്ട്. വീടുകളിൽ വീട്ടമ്മമാർ നല്ല രീതിയിൽ ചൈനീസ് ഭക്ഷണമൊക്കെ തയ്യാറാക്കുന്നുണ്ട്. കാര്യം കുട്ടികൾക്കൊക്കെ പൊതുവേ ഇഷ്ടം ചൈനീസ് ഫുഡിനോടാണ്. ആ ഇഷ്ടം ഇപ്പോഴും ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത് കുറച്ച് കാലമായി ഈ ഒരു ട്രെൻഡ് തുടങ്ങിയിട്ട്. പക്ഷേ അതിലിപ്പോൾ പുറത്തുനിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സോസൊക്കെ ചേരുന്നുണ്ട്. ഒരു പക്ഷേ നമുക്ക് പലതും അറിയാൻ പാടില്ലായിരിക്കാം. അതേസമയം നമ്മൾ വീട്ടിൽ ചെയ്താലോ ഈ സോസ് മറ്റു കാര്യങ്ങളൊക്കെ എന്താണ് ചേർക്കുന്നതെന്ന് കൃത്യമായി അറിഞ്ഞിട്ട് തന്നെ വ്യത്യാസമാണ്. എന്നാൽ ചൈനീസ് വിഭവങ്ങളെല്ലാം തന്നെ സോസിൽ തയ്യാറാക്കണമെന്ന് എന്തെങ്കിലും നിർബന്ധമുണ്ടോ? അതില്ലാണ്ട് തയ്യാറാക്കിയല്ലോ. അപ്പം നമ്മൾ ഈ സോസുകൾക്കെല്ലാം ഒരു അവധി കൊടുക്കുകയാണ്. ഒരു സോസും ചേർക്കാതെ നമ്മളൊരു ചൈനീസ് വിഭവം തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഫ്രൈഡ് റൈസ് തന്നെയാണത്. സാധാരണയായിട്ട് ഫ്രൈഡ് റൈസ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് സോസ്, പിന്നെ കുറച്ച് അജിനോമോട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്താണ് ഈ ഹോട്ടൽസിലൊക്കെ ചെയ്യാറ്. അല്ലെങ്കിൽ ആ ഒരു കറക്റ്റ് ഒരു സ്വാദ് വരണം എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വേണമെന്ന് പറയും. പക്ഷേ അതൊന്നുമില്ലാണ്ട് വളരെ പ്ലെയിനായിട്ട് ഏറ്റവും ലളിതമായ രീതിയിൽ ഒരു ചൈനീസ് ഫ്രൈഡ് റൈസ് തയ്യാറാക്കാൻ പോകും. ഒരു ചൈനീസ് എഗ് ഫ്രൈഡ് റൈസ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ല ഇനം ബസ്മതി റൈസ് 2 കപ്പ്, മുട്ട 3 എണ്ണം, എണ്ണ 5 മുതൽ 6 ടേബിൾ സ്പൂൺ വരെ, കുരുമുളക് പൊടി 1.5 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, സവാള 1 വലുത് ചെറുതായി അരിഞ്ഞത്, സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞത് 1/2 മുതൽ 1/4 കപ്പ് വരെ ചേർക്കും. അപ്പോൾ നമ്മുടെ സിമ്പിൾ ചൈനീസ് എഗ് ഫ്രൈഡ് റൈസ് തയ്യാറാക്കാം. അപ്പോൾ സിമ്പിൾ എന്ന് പറയുമ്പോൾ തന്നെ ലളിതമായ ഫ്രൈഡ് റൈസ് എന്ന് തന്നെയാണ് അർത്ഥം. പിന്നെ ഇത് മുട്ട ചേർത്ത് തന്നെയാണ് തയ്യാറാക്കുന്നത്. പിന്നെ വേറെ നോൺ വെജ് ഐറ്റം ഒന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ ചിക്കനൊക്കെ നമുക്ക് ചേർക്കാം, ഇതിലെന്ത് വേണമെങ്കിലും ചേർക്കാം. പക്ഷേ മുട്ടയുടെ രുചിയാണ് ഇതിലാകെയുള്ള ഒരു നോൺ വെജ് ടേസ്റ്റ് വരുന്നത്. 2 കപ്പ് ബസ്മതി റൈസ്, അത് നമ്മൾ നേരത്തെ തന്നെ വേവിച്ച് വയ്ക്കണം. അപ്പോൾ ഫ്രൈഡ് റൈസിനൊക്കെ അരി വേവിക്കുമ്പോൾ അത് ആ സമയത്ത് വേവിച്ച് ഊറ്റിയെടുത്ത് ചെയ്യുമ്പോൾ അത് അത്ര നല്ലതല്ല, കുഴയാനുള്ള സാധ്യത കൂടും. അപ്പോൾ ചൂട് ചോറല്ല വേണ്ടത്, നല്ല തണുത്ത ചോറാണ് വേണ്ടത്. പറ്റുമെങ്കിൽ തലേ ദിവസം തന്നെ ഫ്രൈഡ് റൈസിന് വേണ്ടിയുള്ള അരി വേവിച്ച് ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോൾ രാവിലെ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഉണ്ടാകും, എപ്പോൾ ഉണ്ടാക്കുമ്പോഴും അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഈ അരി കുറച്ച്, ഇപ്പോൾ 2 കപ്പാണ്, എന്താ പറയുക, കപ്പ് ഇങ്ങനെ ലെവൽ കപ്പ് ഇങ്ങനെ തല തട്ടിയത്. ഒരു 240 ml ആണ് ഞാൻ എടുക്കുന്ന അളവ് കപ്പ്. അതനുസരിച്ചിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ 2 കപ്പ് എടുത്തിട്ട് കുറച്ചേറെ വെള്ളത്തിൽ തിളപ്പിക്കുക. അതൊരു പകുതി വേകാകുമ്പോൾ കുറച്ച് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു 3/4 വേഗ വരെ വേവിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഊറ്റി മാറ്റുമ്പോൾ പിന്നെ ഇരുന്നിട്ടുള്ള ആവി കൊണ്ടുള്ളൊരു വേഗമുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പരന്ന പാത്രത്തിലേക്ക് ഇതിങ്ങനെ തട്ടി വയ്ക്കുക. ഈ വെന്ത് കഴിഞ്ഞ ചോറ് അത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് വേറൊരു നല്ലൊരു കണ്ടെയ്നറിൽ അടപ്പുള്ളൊരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വെച്ചിരുന്നാൽ നല്ല, എന്താ പറയുക, നല്ല കറക്റ്റ് പാകത്തിനുള്ള അരിയായിട്ടിരിക്കും. അപ്പോൾ ആവശ്യാനുസരണം നമുക്കെടുത്ത് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഞാനിങ്ങനെ ചോറ് നേരത്തെ തന്നെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞു. അടുപ്പ് കത്തിച്ചിട്ട് നമ്മൾ ചൂട് കെട്ടിയുള്ളൊരു പാത്രം അടുപ്പിലേക്ക് വയ്ക്കുക. പറ്റുമെങ്കിൽ ഒരു പരന്ന ഇങ്ങനത്തെ ഇച്ചിരി വലിപ്പമുള്ള ഒരു കടായി മോഡലിൽ, ഒരു നോൺ സ്റ്റിക്കിലാണ് ഞാൻ സാധാരണയായിട്ട് ഉണ്ടാക്കുന്നത്. നോൺ സ്റ്റിക്ക് ആകുമ്പോൾ ഏറ്റവും എളുപ്പമാണ്, കാര്യം ഒന്നും അടി പിടിക്കാതെ നമുക്ക് കിട്ടും. അതിലേക്ക് ആദ്യം എണ്ണ എന്ന് പറഞ്ഞാൽ ഒരു 4 മുതൽ 6 ടേബിൾ സ്പൂൺ വരെ ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ. ഇനി ഇത് ഒലിവ് ഓയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാകാം. ഒലിവ് ഓയിൽ ആരോഗ്യത്തിന് ഏറ്റവും നല്ലൊരു എണ്ണയാണ് ഒലിവ് ഓയിൽ. അതിൻ്റെ സ്വാദ് ഒരു അക്വയർഡ് ടേസ്റ്റാണ്, കഴിച്ച് ഇഷ്ടം വരുന്നൊരു സ്വാദാണ് ഒലിവ് ഓയിലിൻ്റെ. അപ്പോൾ അങ്ങ് ശീലിച്ചു കഴിഞ്ഞാൽ ഏത് വിഭവം വേണമെങ്കിലും നമുക്ക് നമ്മുടെ തനി കേരള വിഭവത്തിന് ആ ഒരു സ്വാദ് ശരിയാവില്ല. എന്നാലും ശീലിച്ചാൽ ആരോഗ്യമാണ് പ്രധാനമെങ്കിൽ നമുക്കതും ആകാം. അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത്, ഒരു വലിയ സവാള, അതാണ് ചേർക്കേണ്ടത്. അപ്പോൾ സവാളയുടെ നിറം ഒന്ന് മാറണ്ട, ഒന്ന് വാടിയാൽ മാത്രം മതി. ചെറിയ പിങ്ക് കളർ, ഒരു ഇളം റോസ് കളറായിട്ട് മാറും വാടി കഴിയുമ്പോൾ. അതാണ് ആദ്യത്തെ കാര്യം. പിന്നെ ഇതിൽ പ്രധാനമായിട്ട് ചേരുന്നത് മുട്ട. ഇത് ഈ അളവിന് ഇപ്പോൾ 2 കപ്പ് അരി വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം ചോറിൻ്റെ അളവ് പറയുകയാണെങ്കിൽ ഒരു 6-7 കപ്പ്, 7-8 കപ്പ് വരെ ഉണ്ടാവും ചോറ്. 6 മുതൽ 7 കപ്പ് വരെ ചോറുണ്ടാവും. അതിനൊരു 3 മുട്ട, അതാണ് അളവ്. പിന്നെ ധാരാളം സ്പ്രിംഗ് ഓണിയൻ എന്ന് പറഞ്ഞാൽ കൊച്ചുള്ളിയും അതിൻ്റെ കൂടെ ഇങ്ങനെ ഇലയുമായി വരുന്നതാണ് സ്പ്രിംഗ് ഓണിയൻ. അതിൻ്റെ ആ ഉള്ളിയും ആ ഇലയും എല്ലാം ചേർത്ത് നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു മണവുമാണ് ആകെ നമുക്ക് ഈ ഫ്രൈഡ് റൈസിന് കിട്ടുന്ന മുട്ടയുടെ രുചി. അപ്പോൾ സവാള ഒന്ന് വാടി തുടങ്ങി. ഇനി ഇതിലേക്ക് മുട്ട തീയൊരൽപ്പം നമുക്ക് കുറയ്ക്കാം. എന്നിട്ട് ആദ്യത്തെ മുട്ടയും 2ാമത്തെ മുട്ടയും 3ാമത്തെ മുട്ടയും, എല്ലാ മുട്ടയും ഞാൻ ഇതിലേക്ക് അത് ചേർത്ത് ഒരൽപ്പം ഉപ്പ്, അത് നമുക്ക് മുട്ടയ്ക്ക് ആവശ്യമുള്ളത്.
ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി തീരൽപ്പം കൂട്ടിയാലും കുഴപ്പമില്ല. എന്നിട്ട് അതിലേക്ക് ഉടനെ തന്നെ നമ്മുടെ റൈസ് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിച്ച് വയ്ക്കും. അപ്പോൾ ഈ മുട്ടയുടെ പീസസ്, അതായത് മുട്ട പീസായിട്ടില്ല, അതിങ്ങനെ ആകുന്നത് നമ്മുടെ ചോറിനോട് ഒട്ടി ചോറിൻ്റെ കൂടെ യോജിച്ച് ആയിക്കോളും. സ്ക്രാമ്പിൾഡ് എഗ് പോലെ തന്നെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് മാറും. അപ്പോൾ മുട്ട ഇങ്ങനെ കൊച്ചു സ്ക്രാമ്പിളായിട്ട് പൊടിയായിട്ട് ഇതിൻ്റെ കൂടെ യോജിച്ചുകൊണ്ടിരിക്കും. റൈസിൻ്റെ കളർ വൈറ്റ് കളർ മാറി ചെറിയൊരു ക്രീം കളറായിട്ട് മാറിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഒണിയൻ, ഞാൻ പറഞ്ഞല്ലോ ചെറിയ ഉള്ളി, കൊച്ചുള്ളിയും അതിൻ്റെ ഇലയോടുകൂടി വരുന്നതാണ് സ്പ്രിംഗ് ഒണിയൻ. അത് ചേർക്കാം. അതിനോടൊപ്പം തന്നെ കുരുമുളക് പൊടി 1-1.5 ടീസ്പൂൺ. അപ്പോൾ എത്ര വേണം നോക്കാം, എരിവനുസരിച്ചിട്ട്. ചെറിയ കുട്ടികൾക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ കുറയ്ക്കുക, കുറച്ചുകൂടി വലിയ ആൾക്കാർ കഴിക്കാനാണെങ്കിൽ കൂട്ടണ്ട, 1.5 ടീസ്പൂൺ തന്നെ മതിയാകും. പിന്നെ കുറച്ച് ഉപ്പ്, ഈ ചോറ് വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തതാണ്. പിന്നെ മുട്ടയിൽ നമ്മൾ ഇച്ചിരി ഉപ്പ് ചേർത്ത് നോക്കിയിട്ട് ചേർക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിക്കും. അപ്പം തന്നെ ശരിക്കൊരു ഫ്രൈഡ് റൈസിൻ്റെ മണമൊക്കെ വന്നു തുടങ്ങി. ഇതിൽ ശരിക്കും പറഞ്ഞാൽ വേറെ സോസൊന്നും നമ്മൾ ചേർത്തിട്ടില്ല, എന്നാലും ആ റൈസിൻ്റെ ഒരു മണം, കുരുമുളക് പൊടിയും ഉപ്പും സ്പ്രിംഗ് ഓണിയനും കൂടി ചേർന്ന് വന്നപ്പോൾ കറക്റ്റ് ഒരു ഫ്രൈഡ് റൈസ് സ്മെല്ല് വന്നു തുടങ്ങി. അപ്പോൾ മുട്ട എല്ലാം സെറ്റായതേ ചോറിലൊക്കെ ഇങ്ങനെ പറ്റിയിരിക്കുന്നുണ്ട്. അവിടെ ചെറിയ സ്ക്രാമ്പിളാണ്, വലിയ കഷ്ണങ്ങളല്ല, വളരെ പൊടിയായിട്ടുള്ള മുട്ടയുടെ പീസസ്. ഈ ചോറ് നന്നായിട്ടൊന്ന് ചൂടാകട്ടെ. സംഗതി കഴിഞ്ഞു, ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയാണ്. ഒന്ന് നല്ലതായിട്ടൊരു ചൂട് കയറിയാൽ മതി. പിന്നെ ഇതിൽ ഉപ്പ്, കുരുമുളക് പൊടി, അതിൻ്റെ അളവ് ക്രമീകരിക്കും. വേറെ ഒന്നും ചെയ്യാനില്ല, റെഡിയാണ്. ഇനി ഒരു 5 മിനിറ്റും കൂടി ഇത് അടുപ്പിലിട്ടിട്ട് നല്ലതായിട്ട് ഡ്രൈ ആയി നന്നായിട്ട് ചൂട് കയറി കഴിഞ്ഞാൽ, അത് തണുത്ത ചോറായിരുന്നല്ലോ, ചൂട് കയറി കഴിഞ്ഞാൽ നമ്മൾ വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റും. എളുപ്പമല്ലേ? അങ്ങനെ നമ്മുടെ സിമ്പിൾ ചൈനീസ് എഗ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവാണ്. ചോറൊക്കെ നല്ല ചൂടായി കഴിഞ്ഞു. ഇളക്കി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നില്ല, ആവി വരുന്നുണ്ട്. അങ്ങനെ ചെറിയ മുട്ട സ്ക്രാമ്പിളും ഒക്കെ ആയിട്ട് നല്ല മണവും രുചിയുമുണ്ട് ഫ്രൈഡ് റൈസ് റെഡി. ഇനി വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ വലിയ ബഹളങ്ങളും ആരവങ്ങളും ഒന്നും ഇല്ലാണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമ്മളൊരു ഫ്രൈഡ് റൈസ് തയ്യാറാക്കി കഴിഞ്ഞില്ലേ. ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത് ടൂ സിമ്പിളായി പോയോ, വളരെ ലളിതം, ഇത്രയും ലളിതമായ രുചി കാണുമോ എന്നൊക്കെ തോന്നും. പക്ഷേ ഞാൻ വെറുതെ പറയുന്നതല്ല, കഴിച്ച് നോക്കുക ഉണ്ടാക്കി. ശരിക്കും പറഞ്ഞാൽ നല്ല രുചിയാണ്. ഒരു ചൈനീസ് ഫ്രൈഡ് റൈസിൻ്റെ എല്ലാ സ്വാദും ഉണ്ട്. പക്ഷേ നമ്മൾ അജിനോമോട്ടോ ചേർത്തിട്ടില്ല, പിന്നെ ഒരു സോസും ചേർത്തിട്ടില്ല, സോയ സോസ്, ചില്ലി സോസ് ഒന്നുമില്ല, എല്ലാം വിട്ടു. കുരുമുളക് പൊടി, ഉപ്പ്. ഇനി ഇതിനൊരു അലങ്കാരം വേണ്ടേ, ഇതിൻ്റെ ഭംഗി കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി നന്നാക്കാനായിട്ട് ഈ സ്പ്രിംഗ് ഓണിയൻ വെച്ചിട്ട് തന്നെ അലങ്കരിക്കാം ആവശ്യാനുസരണം. ഇത് പച്ചയാണല്ലോ, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, പച്ച നിറത്തിലുള്ള എല്ലാ കാര്യങ്ങളും ശരീരത്തിന് നല്ലതാണ്. ഇപ്പോൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കളറ്, ബീട്രൂട്ട്, ക്യാരറ്റ്, പച്ച കളറിലുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഹെൽത്ത് റിലേറ്റഡ് ആണ്, ആരോഗ്യത്തിന് വളരെ നല്ലത്. അതിൻ്റെ സൈഡ് ഡിഷായിട്ട് ചിക്കൻ ആകാം, വെജിറ്റേറിയൻ ആയിട്ടുള്ള പനീർ കൊണ്ടുള്ളതാകാം, കോളിഫ്ലവർ കൊണ്ടാകാം, ബ്രിഞ്ചോൾ, കത്തിരിക്ക കൊണ്ടാകാം, പിന്നെന്താ കൊഞ്ച്, അതുകൊണ്ടുമാകാം. എന്തായാലും നല്ലൊരു വിഭവമാണ്. നിങ്ങൾക്ക് ഉണ്ടാക്കാൻ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കുക, ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇനി അടുത്തതായി മാജിക് ആവിൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു വെജിറ്റേറിയൻ വിഭവമാണ്. നമ്മളിപ്പോൾ ആദ്യം കണ്ടതൊരു ചൈനീസ് ഫ്രൈഡ് റൈസാണ്, എഗ് ഫ്രൈഡ് റൈസ്. അപ്പോൾ അതിന് ചേരുന്ന ഒരു വിഭവം തന്നെയാണ് ഞാൻ രണ്ടാമത്തെ റെസിപ്പിയായിട്ട് കരുതിയിരിക്കുന്നത്. ഇതും ഒരു ചൈനീസ് വിഭവം തന്നെ ആയിക്കോട്ടെ. ഇത് ഒരുപാട് സോസൊക്കെ ചേർത്തിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഒരു കാര്യം സോസൊന്നും ഇല്ലാണ്ട് ഞാൻ ചെയ്തില്ലേ, അപ്പോൾ ഇനി അടുത്ത് നമുക്ക് കുറച്ച് സോസൊക്കെ ചേർത്തിട്ട് ചെയ്യാം. ഇത് കുറച്ച് സ്പൈസിയാണ്. സ്പൈസി എന്ന് പറഞ്ഞാൽ നല്ല എരിവുള്ളൊരു വിഭവമാണ്. സെഷ്വാൻ സ്റ്റൈലിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സെഷ്വാൻ പ്രോൺസ്. സെഷ്വാൻ എന്ന് പറഞ്ഞപ്പോൾ ചൈനീസ് വിഭവങ്ങൾ തന്നെ പല ടൈപ്പുണ്ട്, പലതരം.
ചിലതൊക്കെ വളരെ സിമ്പിൾ, ഒട്ടും തന്നെ എരിവില്ലാത്ത ചില വിഭവങ്ങൾ, അതേസമയം കുറച്ച് സ്പൈസി നല്ല എരിവുള്ള വിഭവങ്ങൾ. അപ്പോൾ സെഷ്വാൻ എന്നൊക്കെ പറയുന്നത്, സെഷ്വാൻ ഒരു പ്രവിശ്യയാണ്, ചൈനയുടെ തന്നെ ഒരു ഏരിയയാണ്, അതിന് സെഷ്വാൻ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ആ ഭാഗത്തുണ്ടാക്കുന്ന ചൈനീസ് വിഭവങ്ങൾക്കൊക്കെ പൊതുവേ നല്ല എരിവുള്ള നല്ല അങ്ങനത്തെ കുറേ ടൈപ്പ് ഓഫ് ഐറ്റംസാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചൈനീസ് ഐറ്റം നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ചൈനീസ് ഡിഷസ് എന്ന് പറഞ്ഞാൽ എല്ലാം ഒരേ സ്വാദല്ല, പലതും പല രുചികളാണ്. എരിവിൻ്റെ കാര്യത്തിലും ഒക്കെ മാറ്റങ്ങളുണ്ടാവും. പക്ഷേ ഒരു പരിധി വരെ സോസ് മറ്റു കാര്യങ്ങളൊക്കെ എല്ലാം ഒന്നാണ്. അതിൻ്റെ ചേരുവകൾ മറ്റു കാര്യം, പിന്നെ എന്തൊക്കെ ചേർക്കുന്നു, എത്ര അളവിൽ ചേർക്കുന്നു, അതിൻ്റെ കോമ്പിനേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് മാറ്റങ്ങൾ. അപ്പോൾ നമ്മളൊരു സെഷ്വാൻ സ്റ്റൈലിലെ പ്രോൺസ് എന്ന് പറഞ്ഞാൽ നല്ല കൊഞ്ചിൽ നല്ല എരിവുള്ളൊരു കാര്യം ചെയ്യാൻ പോകും. അപ്പോൾ അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണ്? കൊഞ്ച് 1/2 കിലോ കഴുകി വൃത്തിയാക്കിയെടുത്തത്, ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ 2 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ചതച്ചത് 1.5 ടേബിൾ സ്പൂൺ, സവാള ഒരു വലുത് ചെറുതായി അരിഞ്ഞത്, മുളക് പൊടി 2 ടീസ്പൂൺ, വറ്റൽ മുളക് അരച്ചത് 1 ടീസ്പൂൺ, ചില്ലി സോസ് 2 ടേബിൾ സ്പൂൺ, സോയാ സോസ് 1 ടേബിൾ സ്പൂൺ, ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് 2 ടേബിൾ സ്പൂൺ, ചൈനീസ് റൈസ് വിനീഗർ 2 ടീസ്പൂൺ, സ്പ്രിംഗ് ഒണിയൻ അരിഞ്ഞത് 1 കപ്പ്, വറ്റൽ മുളക് 5 6, പഞ്ചസാര 1.5 ടീസ്പൂൺ. അപ്പോൾ നമ്മുടെ സെഷ്വാൻ പ്രോൺസ്. അപ്പോൾ ആദ്യം വേണ്ടത്, ഇത് 1/2 കിലോ കൊഞ്ചിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ കൊഞ്ചിൻ്റെ വലിപ്പം ഏതുമാകാം. എൻ്റെ കയ്യിലൊരു ഇടത്തരം സൈസിലെ അല്പം വലുതെന്ന് തന്നെ പറയാം കൊഞ്ചാണ് ഉണ്ടായിരുന്നത്. ഇത് 1/2 കിലോ ആണ്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ വാലൊക്കെ റീറ്റെയിൻ ചെയ്ത്, അപ്പോൾ അതിൻ്റെ ഷേപ്പ് കുറച്ചുകൂടെ വലിപ്പം തോന്നിക്കുക. അതിൻ്റെ വാലിൻ്റെ അറ്റത്തെ ഒരു വാലും അതിൻ്റെ തൊട്ട് മുന്നേ ഉള്ളൊരു ഭാഗവും കൂടി ഇളക്കി കളയാതെ സൂക്ഷിച്ചത്. പക്ഷേ ഞാൻ ഇതെല്ലാം ഇളക്കി കളഞ്ഞു പോയി. എന്തായാലും അതിൻ്റെ അകത്തെ ആ കറുത്ത സാധനം ഉണ്ട്, അതിൻ്റെ ആ മുതുകിലായിട്ട് അതിൻ്റെ കുറുക്ക് ഭാഗത്ത് ബാക്ക് സൈഡിൽ ഇങ്ങനെ ഒരു കറുത്തൊരു സാധനം ഉണ്ടാവും. അതൊക്കെ ഇളക്കി വൃത്തിയാക്കി എടുക്കുക. ഇവിടെ റെഡിയാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഒരല്പം പഞ്ചസാര, നമ്മളൊരു 1.5 ടീസ്പൂൺ പഞ്ചസാരയുടെ അളവാണ് പറഞ്ഞത്. 1 ടീസ്പൂൺ പഞ്ചസാര നമുക്ക് ആ കൊഞ്ചിൻ്റെ കൂടെ ഒന്ന് യോജിപ്പിച്ച് വയ്ക്കും. അപ്പോൾ നമ്മുടെ കൊഞ്ചിനെ കുറച്ച് പഞ്ചസാര 1 ടീസ്പൂൺ പഞ്ചസാര ഒന്ന് ചേർത്ത് ഒന്ന് ഇളക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അടുപ്പ് എത്തിക്കാം. എന്നിട്ട് ചൂട് കെട്ടിയുള്ളൊരു പാത്രം, അടപ്പുള്ളൊരു പാത്രം ആയിക്കോട്ടെ, അതിലേക്ക് ആദ്യം ഒരല്പം എണ്ണ, ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. എന്നിട്ട് എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ആദ്യമേ തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് സെഷ്വാൻ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ, സാധാരണയായിട്ട് നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ പോയി ഓർഡർ ചെയ്താലും സെഷ്വാൻ വിഭവങ്ങളെല്ലാം വറ്റൽ മുളക് കാണാൻ സാധിക്കും. വറ്റൽ മുളകിൻ്റെ ഒരു പ്രസൻസ് അതുണ്ടാവും. അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എണ്ണയിൽ വറ്റൽ മുളകിട്ട് നിർമ്മിക്കാവുന്നതാണ്. എണ്ണ ചൂടായാൽ നമ്മളും ഒരു 4 5 വറ്റൽ മുളക് അതിലേക്ക് ഇടണം. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം വറ്റൽ മുളക് 3 4 5 ഇരിക്കട്ടെ. ഒരു സ്പൈസി ആയിട്ടാണെന്ന് മനസ്സിലായല്ലേ, വറ്റൽ മുളക് തന്നെയാണ് ആദ്യമേ ഇടുന്നത്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് തുടങ്ങുന്നു. എണ്ണ നല്ല ചൂടാണ്. അതിലേക്ക് ചെറുതായി അരിഞ്ഞ സെലറി ഒരു 1.5 ടേബിൾ സ്പൂൺ. സെലറി എന്ന് പറഞ്ഞാൽ ഈ ചൈനീസ് വിഭവങ്ങളൊക്കെ ചേർക്കുന്ന ഒരു തരം ഇലയല്ല, തണ്ടാണ് ശരിക്കും. തണ്ടും ഇലയോടുകൂടി വരുന്ന ഒരു ചെടിയാണ്. സാധാരണയായിട്ട് തണ്ടാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിലേക്ക് നമ്മൾ അതിൻ്റെ ഇലയും കൂടി ചേർത്ത് നന്നായിട്ട് ചെറുതായിട്ട് അരിയുക. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും, നല്ലൊരു മണമായിരിക്കും. ആ ഒരു എന്താ പറയുക, ആ പച്ച ആ ഇലയും അതിൻ്റെ തണ്ടും ഒക്കെ നന്നായിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് വഴണ്ടെടുക്കണം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് വെളുത്തുള്ളി ചതച്ചതും ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ. ഒരു അല്ലിയുടെ കണക്ക് പറയുകയാണെങ്കിൽ ഒരു 8 വലിയ അല്ലി ചതച്ചെടുക്കുക. നന്നായിട്ട് ചതയ്ക്കുക, നന്നായിട്ട് ചതച്ചെടുക്കുക. അപ്പോൾ ഈ സെലറി അതിൻ്റെ തണ്ടും ഇലയും എല്ലാം കൂടി ചേർന്ന് അരിഞ്ഞെടുത്തത് 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. പാടി കഴിയുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അതിൻ്റെ കൂടെ 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ച്, ഒരു 8 വലിയ അല്ലി വെളുത്തുള്ളി ചതച്ച്. പിന്നെ ഈ വറ്റൽമുളക് നമ്മളൊരു 4-5 ഇട്ടിട്ടുണ്ട്. എണ്ണയിലാണെന്ന് ഇതെല്ലാം ഒന്ന് മൂക്കട്ടെ. നല്ലൊരു മണം വരും, നല്ല മണമൊക്കെ വരും. മൂത്ത് തുടങ്ങുമ്പോൾ തന്നെ നല്ലൊരു ചൈനീസ് സ്മെല്ല് വന്നു തുടങ്ങും. അപ്പോൾ വെളുത്തുള്ളി വറ്റൽമുളകും സെലറി എല്ലാം കൂടി ചേർന്നൊരു വ്യത്യസ്തമാണ്. അപ്പോൾ വെളുത്തുള്ളി നല്ല മൂത്തു, ആ സെലറി നന്നായിട്ട് മൂത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഒരു വലിയ സവാള ചെറുതായിരുന്നു. ഇപ്പോൾ സവാള ബ്രൗൺ ഒന്നും ആകണ്ട, ഒന്ന് വാടി ഒരു ഇളം റോസ് കളർ, പിങ്ക് കളറായിട്ട് മാറിയാൽ മതി. നന്നായിട്ടൊന്ന് വാടണം, അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. സവാളയുടെ നിറം മാറേണ്ട ആവശ്യമില്ലാന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പോൾ ഒന്ന് വാടിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ
കുറച്ച് പഞ്ചസാര ചേർത്ത് വെച്ചിരിക്കുന്ന കൊഞ്ചുണ്ടല്ലോ, ആ കൊഞ്ച് ചേർക്കാം. ആ പഞ്ചസാരയോട് കൂടി തന്നെ ചേർക്കാം. അപ്പോൾ ഈ പഞ്ചസാര ചേർത്ത് വെച്ചിരിക്കുന്നുണ്ട് കൊഞ്ചിൽ നിന്ന് കുറച്ചിങ്ങനെ വെള്ളമൊക്കെ ഇറങ്ങി ഇച്ചിരി ചാറായിട്ടിരിക്കും. അതോടുകൂടി തന്നെ ഇതിലേക്ക് ചേർക്കാം. ഇപ്പോൾ കൊഞ്ചിൻ്റെ മുളകും കൂടി ചേർത്ത് വരികയാണ്. കൊഞ്ചൊരു പിങ്ക് കളറായിട്ട് മാറും ചൂട് തട്ടി കഴിയുമ്പോൾ. ഇനി ഇതിലേക്ക് 2-3 കാര്യങ്ങൾ. ഒന്ന്, മുളക് പൊടി 2 ടീസ്പൂൺ. പിരിയൻ മുളക് പൊടി ആയിരിക്കും എനിക്ക് തോന്നുന്നു കൂടുതൽ നല്ലത്. കാര്യം എരിവ് നിറം കാണും, എരിവ് പറയും. 2 ടീസ്പൂൺ. ഇതിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കാര്യം ഇത് കുറച്ച് എരിവായിരിക്കും. ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെ അളവ് 1.5 ടീസ്പൂണായിരിക്കും മാറ്റി. ആദ്യം മുളക് പൊടി, അപ്പം അതിൻ്റെ പച്ചച്ചുവയൊക്കെ ഇതിനോടൊപ്പം തന്നെ കണ്ണിങ്ങനെ വഴണ്ട് വരുമ്പോൾ മാറും. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് ചില്ലി പേസ്റ്റ്, വറ്റൽ മുളക് അരച്ചത്. ഇത് അരിയോടുകൂടി അരച്ചതാണ്. 1 ടീസ്പൂൺ, ഒരു നല്ല ടീസ്പൂൺ ചേർക്കാം. ഇനി ഇത്ര എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ വറ്റൽ മുളകിൻ്റെ അകത്തെ അരി മാറ്റിയിട്ട് അരച്ചെടുക്കുക. വെള്ളത്തിൽ കുതിർത്ത് അരച്ചെടുക്കുക. അപ്പോൾ നല്ല എരിവ് കുറവായിരിക്കും, നല്ല നിറം ഉണ്ടാകും, നല്ലൊരു കൊഴുപ്പ് കിട്ടും. കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. കാര്യം കൊഞ്ചിലേക്ക് ഉപ്പൊക്കെ പിടിക്കണ്ടേ. കുറച്ച് മുളകിൻ്റെയൊക്കെ ഒരു പച്ച ആ ഒരു രുചി മാറണം. നമ്മുടെ കൊഞ്ചെല്ലാം ഇങ്ങനെ ചുരുണ്ട് റൗൺ ഷേപ്പിലാക്കി ആയി കഴിഞ്ഞു. ഒരു പക്ഷേ വാലുണ്ടെങ്കിൽ ഇത്രത്തോളം ചുരുണ്ട് വരില്ല. ഇനി ഇതിലേക്ക് പച്ചച്ചുവയൊക്കെ മാറി നന്നായിട്ട് ചുവ വരുന്നുണ്ട്. ഇതിന് കുറച്ച് വിനാഗിരി ചേർക്കാം. വിനാഗിരി എന്ന് പറഞ്ഞാൽ ചൈനീസ് വിനീഗർ, റൈസ് വിനീഗർ എന്ന് പറഞ്ഞ് വാങ്ങാൻ കിട്ടും. ചൈനീസ് റൈസ് വിനീഗർ, അത് അരിയിൽ നിന്നും ഉണ്ടാക്കുന്ന വിനാഗിരിയാണ്. അതാണെങ്കിൽ നല്ലത്. അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന വിനാഗിരി ആയാലും മതി. എൻ്റെ കയ്യിൽ ഇപ്പോൾ ചൈനീസ് റൈസ് വിനീഗർ ഉണ്ട്. ഒരു 2 ടീസ്പൂൺ. ചൈനീസ് റൈസ് വിനീഗർ ഒരു ലൈറ്റ് ബ്രൗൺ കളറിലാണ് വരുന്നത് കുപ്പിയിൽ, അല്ലെങ്കിൽ സാധാരണ വിനാഗിരി. ഇനി വേണ്ടത് കുറച്ച് സോസുകളാണ്. 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, ഒരു 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ്. ചില്ലി സോസ് തന്നെ ചുമന്ന കളറിലും കിട്ടും, പച്ച കളിലും കിട്ടും. എൻ്റെ ഒരു പച്ച കളറിലെ ചില്ലി സോസാണ്, അതുകൊണ്ട് ഞാൻ അത് ചേർക്കുന്നു. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ്. എല്ലാ സോസും കണ്ടല്ലോ. ഇനി ഇറക്കി കൊടുക്കുക. ഇനി തീ കൂട്ടിയാലും കുഴപ്പമില്ല. ഇനി ഒരല്പം വെള്ളം, ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർക്കാം. ഇനി കുറച്ച് സ്പ്രിംഗ് ഒണിയൻ അരിഞ്ഞത്. കുറച്ച് നമുക്ക് ബാക്കി മാറ്റി വെക്കണം. ഇപ്പോൾ തൽക്കാലം നമ്മൾ കുറച്ച് ചേർക്കും. ഇനി പാത്രം ഒന്ന് അടച്ചിടാം. അപ്പോൾ ഉപ്പൊക്കെ നോക്കുക, ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇനിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് വേവിക്കാം. കൊഞ്ച് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ചാറക്കൊന്ന് ഇങ്ങനെ കുഴഞ്ഞ് ഇതിൽ പൊതിഞ്ഞിരിക്കുന്ന പാകമായിരിക്കും മാത്രം. ഒരു 5 മിനിറ്റ് സമയം ഒന്നുകൂടി വേവിക്കാം അടച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്തായി നമ്മുടെ സെഷ്വാൻ പ്രോൺസിൻ്റെ അവസ്ഥ, അത് കറക്റ്റ് പാകമായോ ഇല്ലയോ എന്നുള്ളതായി. ഇപ്പോൾ ഒരു 5 മിനിറ്റ് സമയം കഴിഞ്ഞു. 5 അല്ലെങ്കിൽ ഒരു 7 മിനിറ്റ് വരെ സമയം വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സെഷ്വാൻ പ്രോൺസ് ഇവിടെ റെഡി. അപ്പോൾ ആവശ്യത്തിന് വെള്ളം, നമ്മളൊരു 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി 1/2 കപ്പ് കുറച്ചുകൂടെ ചാറ് വേണം തോന്നുകയാണെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പ്രോൺസ് പാകത്തിന് വേണ്ടി ചാറെല്ലാം ഇങ്ങനെ കുഴമ്പ് രൂപത്തിലാകുന്നവരെ. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ പഞ്ചസാര കൊഞ്ചിന് ചേർത്തിരുന്നു. ഇനി ഒരു 1/2 ടീസ്പൂൺ ബാക്കിയുണ്ട്. ആ 1/2 ടീസ്പൂൺ ഈ അവസാനത്തെ സ്റ്റേജിൽ ചേർക്കാം. നമുക്ക് അജിനോമോട്ടോ ഒന്നും വേണ്ട, അതൊന്നും ഇല്ലാണ്ട് തന്നെ അജിനോമോട്ടോ നമ്മൾ ഒഴിവാക്കി. ഇനി വേറൊന്നുമില്ല. ഇനി കുറച്ച് സ്പ്രിംഗ് ഓണിയൻ്റെ ഇലകൾ കുറച്ച് നീളത്തിനുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, അതൊരു നല്ല അലങ്കാരവും കൂടിയാണ്. അത് ഏറ്റവും അവസാനം ചേർക്കാം. നേരത്തെ ചേർത്ത സ്പ്രിംഗ് ഓണിയൻ്റെ കുഞ്ഞതായിട്ടാണ് അരിഞ്ഞത്, ചെറുതായിട്ട്, അതെല്ലാം ഇതിൻ്റെ കൂടെ യോജിച്ച് ഇതിങ്ങനെ കളർഫുള്ളായിട്ട് ഇതിനകത്ത് കിടക്കും. ഇടയ്ക്കിടയ്ക്കുള്ള പച്ച. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല, വെള്ളം കൊണ്ട് പാത്രത്തിലേക്ക് മാറ്റാം. നോക്കൂ, ഇത് 1/2 കിലോ കൊഞ്ചാണ്. ചെയ്ത് വന്നപ്പോൾ എത്ര ഉണ്ടെന്ന് നോക്കൂ, വളരെ കുറച്ചല്ലേ. പക്ഷേ ഇത് തന്നെ ഒരു 4 പേർക്ക് എന്തായാലും കഴിക്കാൻ സാധിക്കും. ഇപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയല്ലേ നമ്മൾ കഴിക്കുന്നത്. ഇതിന് ചുറ്റും ഒരു അലങ്കാരമായിട്ട് ഇപ്പോൾ കുറച്ച് സ്പ്രിംഗ് ഓണിയനെ തന്നെ ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ സെഷ്വാൻ പ്രോൺസ് കൂടുതലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എഗ് ഫ്രൈഡ് റൈസ് പോലെയുള്ള വിഭവങ്ങളിലൂടെ കഴിക്കാൻ ഏറ്റവും നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തി, പിന്നെ അല്ലെങ്കിൽ പ്ലെയിൻ റൈസ്, സാധാരണ വൈറ്റ് റൈസ് വേവിച്ചത്, അതിൻ്റെ കൂടെ എല്ലാം കഴിച്ചാലും നല്ലതായിരിക്കും. നല്ല എരിവൊക്കെ ആയിട്ട് എന്താ പറയുന്നത്. അപ്പോൾ
സ്വാദായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷ നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് ആമന്തോടെ